നമസ്കാരം. പ്രേമരാജൻ മുന്നാട്. അപ്പോൾ DYFIയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. അപ്പോൾ കുറേ ആളുകൾ DYFIയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വാർത്തകൾ, അതിനുള്ള നിങ്ങളുടെ അഭിപ്രായത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ്. DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി വിജിൽ MLAയും സഖാവ് വിജിൽ MLAയും പ്രസിഡൻ്റായി സഖാവ് ചിന്തോ ജെറോമും വരുന്നു എന്ന വാർത്തകളാണ് കേട്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലും ഇടത് സൈബർ പ്രൊഫൈലുകളിലും അത് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് പ്രയാസകരമാണ്. പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മാധ്യമങ്ങളെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫ്രാങ്ഷൻ നടന്നു. സാധാരണ ഫ്രാങ്ഷനിലാണ് ആര് നേതൃനിരയിലേക്ക് വരണം, ആരൊക്കെ സംസ്ഥാന കമ്മിറ്റിയിൽ വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് വില്ലേജ് കമ്മിറ്റി എന്ന് ചില സ്ഥലങ്ങളിൽ പറയും, ചില സ്ഥലത്ത് മേഖലാ കമ്മിറ്റി മുതൽ അങ്ങോട്ട് ഫ്രാങ്ഷനാണ് നേതൃത്വത്തെയും ആളുകളെയും തീരുമാനിക്കുന്നത്. പക്ഷേ ഈ ഫ്രാങ്ഷനിൽ നടന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിലേക്ക് എത്തി എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ്. പിന്നെ ഫ്രാങ്ഷൻ നടത്തേണ്ട ആവശ്യം വരുന്നില്ല. ശരിക്കും പൊതുയോഗത്തിൽ പറയുന്നത് പോലെ അങ്ങ് പറഞ്ഞാൽ പോരെ. അപ്പോൾ അത് പ്രതിഷേധാർഹമാണ് ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ. എന്നിരുന്നാലും ചിന്താ ജെറോം സംസ്ഥാന പ്രസിഡൻ്റായി വരുന്നതിൽ ഒരു വനിത എന്നുള്ള നിലയിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ DYFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായി വരാൻ മാത്രമുള്ള പ്രത്യക്ഷത്തിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കഴിവിനെ അളക്കാൻ ഞാൻ ആളല്ല. പക്ഷേ ഈ വരാൻ പോകുന്ന സാഹചര്യങ്ങൾ, സമര പോരാട്ടങ്ങൾ, നിരവധിയായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരാൾ മതിയോ എന്ന് പറഞ്ഞാൽ പാർട്ടി ഒന്നും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ചിന്താ ജെറോമിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളെയും പക്വതയില്ലായ്മയൊക്കെ സ്വാഭാവികമായിട്ടും നാടും ജനങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നിലവിൽ അങ്ങനെ ഒരു സെക്രട്ടറിയെ ആയി പ്രഖ്യാപിച്ചില്ലല്ലോ. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇതിനു മുന്നേ ഒരു ഉശിരയായ ഒരു വനിത സംസ്ഥാന സെക്രട്ടറി ആയിട്ട് കണ്ടിട്ടുണ്ട്. അവരെ കൂടെ പ്രവർത്തിക്കാനുള്ള അവസരവും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ മഹാരാഷ്ട്രയിൽ കോലാപൂർ ജില്ലയിൽ കുറേ വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ DYFIയുടെ സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രീതി ശേഖർ എന്ന് പറയുന്ന ഒരു നേതാവുണ്ടായിരുന്നു. DYFIയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നതാണ്. ഉശിരയായ ഈ ചിന്താ ജെറോമിൻ്റെ ചർച്ച വന്നപ്പോഴാണ് ഞാൻ പ്രീതി സഖാവിനെ, നമ്മളെ പ്രീതി ഏച്ചി എന്നൊക്കെ വിളിക്കാറുണ്ട്, നമ്മുടെ പ്രായം ഉണ്ടോയെന്നൊന്നും അറിയില്ല എങ്കിലും. അപ്പോൾ അവിടെ ഷുഗർ ഫാക്ടറി ഉണ്ട്, നമ്മൾ താമസിച്ചതിൻ്റെ അടുത്ത്. ഷുഗർ ഫാക്ടറിയിൽ കരിമ്പിൻ തൊഴിലാളികളെ, അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് യുവാക്കളെ എല്ലാം വെല്ലം ഒരുക്കുന്ന കേന്ദ്രമുണ്ട്. അവിടെയൊക്കെ ഉള്ള ഓരോ പരിപാടികളിൽ, പ്രക്ഷോഭങ്ങളിൽ, അതുപോലെ തന്നെ അവിടെ പ്രഗത്ഭമായിട്ടുള്ളതാണ് DY പാട്ടീൽ മെഡിക്കൽ കോളേജ്. DY പാട്ടീൽ മെഡിക്കൽ കോളേജ് നമ്മൾ താമസിച്ചതിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ DY പാട്ടീൽ മെഡിക്കൽ കോളേജിൽ ഒരുപാട് സമരങ്ങൾ, ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ DYFI ഏറ്റെടുത്ത്, അപ്പോൾ തന്നെ ശിവാജി പുത്തളയിൽ ശിവാജി മഹാരാജാവിൻ്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അവിടെയൊക്കെയുള്ള സമരങ്ങൾ, പരിപാടികൾ, അതുപോലെ തന്നെ ലക്ഷ്മിപുരി എന്ന് പറയുന്ന സ്ഥലത്താണ് മുനിസിപ്പാലിറ്റി ഓഫീസ്. അപ്പോൾ അവിടെ ഒക്കെ ഉണ്ടാകുന്ന സമരങ്ങൾ, പരിപാടിയിലൊക്കെ ഈ പ്രീതി ശേഖർ എന്ന് പറയുന്ന പ്രീതി ചേച്ചി നമ്മളെ വന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വട്ടം മലയാളികൾ തലശ്ശേരി, കൂത്തുപറമ്പ്, അങ്ങനെ ആ മേഖലയിൽ ഉള്ള കുറേ ആളുകൾ, കോഴിക്കോടുള്ള അങ്ങനെ കുറേ മലയാളികളുണ്ട് അവിടെ, റങ്കാളയിലും അതുപോലെ തന്നെ ലക്ഷ്മിപുരിയിലും അവിടെയുള്ള കുറേ സ്ഥലങ്ങളിൽ. അപ്പോൾ അവിടെ രാജാറാംപുരി എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള അവിടെയുള്ള മലയാളികൾ വരും, അവിടുത്തെ തൊഴിലാളികൾ വരും, വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെ നമ്മൾ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വനിതാ DYFIയുടെ നേതൃത്വത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരു കാലത്ത്, കുറച്ച് കാലമാണെങ്കിലും കുറച്ച് കാലം നമുക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമ്മൾ അവിടെ നിന്നൊക്കെ വിട്ടു വന്നതിന് ശേഷം കോണ്ടാക്റ്റ് ഇല്ലാണ്ടായി. പിന്നീട് അവർ എനിക്ക് തോന്നുന്നു കർഷക സമരത്തിൽ ഡൽഹി ചലോ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പിന്നെ അറിവ്. പിന്നെ കോണ്ടാക്റ്റ് ഇല്ലാണ്ട് ഇപ്പോൾ അവരുടെ അവസ്ഥ
ഇപ്പോൾ അവർ എവിടെയാണ്, ഏത് ഘടകത്തിലാണ്, ഏത് മേഖലയിലാണെന്നുള്ള കൃത്യമായ വിവരം അറിയില്ല. അപ്പോൾ അതേപോലെ എന്താ പറയേണ്ടത്, അവരെപ്പോലെ അവരൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അഖിലേന്ത്യാ നേതൃത്വത്തിലൊക്കെ വരേണ്ടതാണ്. മലയാളിയാണ് പ്രീതി ശേഖർ. അപ്പോൾ അവരെപ്പോലെ ഉശിരായ ഒരു പ്രവർത്തകയായി ചിന്താ ജെറോമിനും മറ്റുള്ളവർക്ക് മാറാൻ സാധിക്കട്ടെ. കാരണം ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ഒരാളെ വിലയിരുത്താനൊന്നും പറ്റില്ല. പക്ഷേ ചിന്താ ജെറോമിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളെ വെച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവരാണെങ്കിലും ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെയൊരു നേതാവിനെ ഓർമ്മ വന്നതുകൊണ്ട് അവരെ ഞാൻ ഒന്ന് ഓർത്തെടുത്തതാണ്. അതുപോലെ പുതിയ വരുന്ന ഏത് നേതൃത്വമായാലും ആ നേതൃത്വത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും.